الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ദയാലുവായ സർവശക്തനായ പടച്ചതമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല മുത്തക്കുകളായി കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി നിർത്തുകയാണ് ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെടാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സഹാബാക്കളെയും അനുചരന്മാരെയും അല്ലാഹു രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം എന്ന് നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ്. പക്ഷേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെയോ അല്ല വിശുദ്ധ ഖുർആൻ ഏറ്റവും വിശദമായി സംസാരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് മുമ്പ് വന്ന പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹം, ആ സമൂഹത്തെ കുറിച്ചുമല്ല വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത്. അതിന്റെ മുമ്പ് വന്ന മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് മുഹറം മാസത്തിലാണ് മൂസാ നബിയെയും മൂസാ നബിയുടെ അനുചരന്മാരെയും അല്ലാഹു ഫിർഔനിൽ നിന്നും അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും വിശദീകരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം മുതൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തിന്റെ ഓരോ ഘട്ടവും അദ്ദേഹത്തിന്റെ ഉമ്മ ആ നൈൽ നദിയിൽ എറിയുന്ന ചരിത്രവും ആ കുട്ടി വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരി
പെങ്ങളെ ഉമ്മ പറഞ്ഞേക്കുന്നതും അവസാനം ആരാണോ കൊല്ലുവാൻ വേണ്ടി വിധിച്ചിരിക്കുന്നത് അയാളുടെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരുകയും സ്വന്തം ഉമ്മയുടെ മുലപ്പാല് തന്നെ കൊടുക്കണമെന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു. ആ പുഴയിൽ എറിയപ്പെട്ട മൂസാ നബിയെ പാല് നൽകുന്നത് സ്വന്തം മാതാവാണ് എന്നും ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും ആ സഹോദരിയെ ലോകത്തുള്ള വിശ്വാസിനികളായ സഹോദരിമാർക്ക് നല്ല ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയും ചെയ്ത അങ്ങനെ സംഭവ ബഹുലമായ ഒരു ചരിത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. ഫിർഔനിന്റെ ചരിത്രം മാത്രമല്ല, ഫിർഔനിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഓരോ തലങ്ങളിലുള്ള ആളുകളുടെ ചരിത്രവും വിശുദ്ധ ഖുർആൻ മൂസാ നബിയുടെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് ഈ കാലഘട്ടങ്ങളിലുള്ള ചില ആളുകളുമായി ചില സംഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കൃത്യമായി ചില ധാരണകൾ നമുക്ക് എത്തിത്തരാൻ കഴിയും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹാമാൻ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അദ്ദേഹം പടച്ചവനെ കളിയാക്കി. എവിടെയാണ് പടച്ചവൻ? അങ്ങനെയെങ്കിൽ മൂസ പറയുന്ന പടച്ചവനെ ഞാനൊന്ന് കാണട്ടെ, വലിയൊരു എടുപ്പുണ്ടാക്കി, അമ്പരചുംബിയായ ഒരു എടുപ്പുണ്ടാക്കി അതിന്റെ മുകളിൽ കയറി ഞാൻ നോക്കട്ടെ എന്ന് പറയുന്ന ഒരു നാസ്തിക ചിന്ത അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി. മാത്രമല്ല, കാറൂനിന്റെ ചരിത്രം മൂസാ നബിയുടെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. കാറൂൻ എന്ന് പറയുന്നത് പമ്പിച്ച ഒരു മുതലാളിയാണ്, വലിയ ഒരു പണക്കാരൻ. അദ്ദേഹത്തിന്റെ സമ്പത്ത് ഖുർആൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോലുകൾ പോലും ഒരു ഒട്ടകത്തിന് വഹിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ അത്രയും വലിയ ധനാഢ്യനായിരുന്നു. പക്ഷെ ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന് പകരമായി പാവപ്പെട്ട അനാഥകൾക്കും വിധവകൾക്കും നിർധനരുമായ പാവങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്റെ ധനം തന്നെയാണ് തന്റെ വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന കാറൂനിന്റെ ചരിത്രം പറയുന്നത്. ആ കാറൂനിനെ പടച്ച തമ്പുരാൻ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സാമിരിയുടെ ചരിത്രം പറയുന്നുണ്ട്. സാമിരി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അത്തരം സാമിരിമാർ ഇന്നും നമ്മുടെ നാടുകളിലുണ്ട്. സാമിരി ചെയ്തത് എന്താ? ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നതിന് വേണ്ടി ലോഹം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. ഇത് തന്നെയാണ് നമ്മൾ ആരാധിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തെരഞ്ഞു പോയിരിക്കുന്ന പടച്ചവൻ എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിന്റെ മുമ്പിൽ ഭജനമിരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച സാമിരി എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. സാമിരി ഒരു നല്ലൊരു പണ്ഡിതൻ, വിവരമുള്ള ആളാണ്. അപ്പൊ ഇത്തരം ആളുകളുടെയൊക്കെ ചരിത്രം നമുക്ക് മൂസാ നബിയുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ അയവിറക്കേണ്ടത്. പിന്നെ എന്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആൻ ഇത്രമാത്രം പറഞ്ഞത്? എന്തിനായിരിക്കും അത്? മറ്റൊന്നിനുമല്ല, ലോകത്ത് പടച്ച തമ്പുരാൻ ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു സമുദായം എന്ന നിലയിൽ വളരെ കൂടുതൽ അനുഗ്രഹം നൽകിയ ഒരു വിഭാഗമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം. ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ വാരിക്കോരി ആ സമൂഹത്തെ, സമുദായത്തെ പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. ഇത് ഓരോട് മാത്രമല്ല കേട്ടോ, നമ്മളോട് കൂടി ഉള്ളതാണ്. ഇവിടെ സംബോധന ബനു ഇസ്രായേലുകളോടാണ് എങ്കിൽ പോലും നമ്മളും ആലോചിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ, ലോകരിൽ നിങ്ങൾക്ക് ഞാൻ വലിയ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ബനു ഇസ്രായേലിനോട് പറയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം. അപ്പൊ അല്ലാഹു നമുക്ക് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ നിഅമത്തുകളും ബർക്കത്തുകളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? അത് ബനു ഇസ്രായേലികളെ പഠിപ്പിക്കാൻ, ബനു ഇസ്രായേലികളുടെ ചരിത്രം പറയുന്നതിലൂടെ നമ്മളോട് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നിങ്ങൾ വിചാരിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അല്ലേ?
ഖുർആൻ പറഞ്ഞിരിക്കുന്ന അതാണ്, പടച്ചോൻ നമുക്കൊക്കെ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയൂല. അത്രയും അനുഗ്രഹങ്ങൾ പടച്ചോൻ നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് നല്ല ആരോഗ്യം നൽകി, നമുക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകി, നമുക്ക് നല്ല വീടും വസ്ത്രവും ഭക്ഷണവും ഒക്കെ നമുക്ക് പടച്ചോൻ നൽകി. നമുക്ക് അതിനൊന്നും ഒരു കൊടുക്കൂല. ഇതാണ് എണ്ണി കണക്കാക്കാൻ പറ്റുകയില്ല. ഇവിടെ ജീവിക്കാൻ ഉതകുന്ന എല്ലാ സൗകര്യങ്ങളും പടച്ച റബ്ബ് നമ്മൾ ചോദിക്കാത്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിക്കുക. പടച്ചോനിക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടോ? പടച്ചോനെ കൈവിട്ടിട്ടുണ്ടോ? പടച്ചോൻ അനുഗ്രഹം നമ്മൾ മറക്കാറുണ്ടോ? ബനു ഇസ്രായേലുകൾ മറന്നു. അതാണ് ഖുർആൻ എടുത്തു പറയാൻ കാരണം. ബനു ഇസ്രായേലുകളെ പോലെ നിങ്ങളാകരുത്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിലും ശുക്ർ ചെയ്തുകൊണ്ടേ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ സൂചിപ്പിക്കുക. നിങ്ങൾ നോക്കൂ, ഫിർഔനെ വളരെ മർദ്ദിതനായ ഫിർഔനിന്റെയും അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെയും മുന്നിൽ നിന്ന് അത്ഭുതകരാംവിധം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിന്റെ അനുചരന്മാരെയും അല്ലാഹു തന്നെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഫിർഔനിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയൊക്കെ നമ്മൾ മുക്കിക്കൊന്നു. എങ്ങനെ നിങ്ങൾ ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് ലൈവായിക്കൊണ്ടാണ്. ഇന്നത്തെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് ഫിറൗനെയും അദ്ദേഹത്തിന്റെ ആളുകളെയും കടലിൽ ഇങ്ങനെ മുക്കുന്നത് ലൈവായി മൂസാ നബിയുടെ അനുചരന്മാരും കണ്ടുകൊണ്ട് കണ്ടു. അങ്ങനെ അവരിൽ നിന്നും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ള അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമാണ്. മാത്രവുമല്ല, പിന്നീട് അവര് ആ ചെങ്കടൽ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആ സമയത്ത് അവിടെ അവർക്ക് കുടിവെള്ളമില്ല, ഒരു മരുഭൂമിയാണ്. ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളമില്ല, വെള്ളം കാണും. ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ആ പാറയിൽ നീ ഒരു അടിക്ക് നിന്റെ പടി കൊണ്ട്. അങ്ങനെ 12 ഉറവകൾ ആ പാറയിൽ നിന്നുണ്ടായിരുന്ന മരുഭൂമിയിൽ എല്ലാ ഗോത്രങ്ങളും 12 ഉറവകൾ പറയാൻ 12 ഗോത്രങ്ങളായിരുന്നു നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ 12 ഗോത്രങ്ങൾക്കും കുടിക്കുവാനുള്ള ശുദ്ധജലം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തിലൂടെ അവർക്ക് കൊടുത്തു മരുഭൂമിയിൽ. പിന്നെയും വന്ന് പറയുന്നുണ്ട്, മരങ്ങളില്ലാത്ത ആ മരുഭൂമിയിൽ പടച്ച തമ്പുരാൻ കാർമേഘം കൊണ്ട് അവർക്ക് തണലിട്ട് കൊടുത്തു. നോക്കൂ നിങ്ങൾ, ഒരു സമുദായത്തെ അല്ലാഹു അനുഗ്രഹിക്കുന്നത്, അവർക്ക് നിയമത്തുകൾ നൽകുന്നത്, കാർമേഘം കൊണ്ട് തണലിട്ട് കൊടുത്തു. അവർക്കിതാ കട്ടിത്തേനും കാടപ്പക്ഷിയും പടച്ച തമ്പുരാൻ നൽകി. വെറുതെ പോയി ശേഖരിച്ചാൽ മതി എന്നാ പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നത്. ആ മരുഭൂമിയിൽ പോഷക സമൃദ്ധമായ കട്ടിത്തേനും അതുപോലെ തന്നെ കാടപ്പക്ഷിയും അവർക്ക് പോയി ശേഖരിച്ച് ഭക്ഷിച്ച് ജീവിച്ചാൽ മതി എന്നാ. ഇതൊക്കെ അല്ലാഹു അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം. പക്ഷെ ഈ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നതിന് പകരമായി നന്ദി കേടാ സമൂഹം കാണിച്ചു. ഇത് നമുക്ക് പറഞ്ഞത് എന്തിനാ? മൂസാ നബിയുടെ കഥ, ചരിത്രം നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പരിശോധിച്ച് നോക്കുക. ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇത് ഒരു ചരിത്രം ഇങ്ങനെ മൂസാ നബി ഉണ്ടായിരുന്നു, മൂസാ നബിയുടെ സമൂഹം ഇങ്ങനെയായിരുന്നു എന്ന് പഠിപ്പിക്കാനല്ല വിശ്വാസികളെ. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് നൽകിയതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും ഞാൻ നൽകിയിട്ടുണ്ട്, എനിക്കും നിങ്ങൾക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ആ നൽകിയ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെയ്തുകൊണ്ട്, ഒന്ന് പടച്ചവനോടുള്ള നന്ദിയാണ്, മറ്റ് പടപ്പുകളോടുള്ള കടമകളാണെന്ന് നമ്മൾ നിർവഹിക്കുന്നത്. ഇതാണ് നന്ദി എന്ന് പറയുന്നത്. അതാണ് കാറൂൺ ചെയ്യാതെ പോയത്. കാറൂൺ ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്നു, ഇഷ്ടം മാതിരി പണം, പക്ഷെ പാവങ്ങൾക്ക് കൊടുത്തില്ല. അപ്പൊ പടച്ചോൻ നമുക്ക് നൽകുന്നത് അത് എന്തിനാ? നമ്മൾ സ്വരൂപിച്ച് വെക്കാൻ വേണ്ടിയിട്ടല്ല. അത് പാവങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോ പാവങ്ങൾക്ക് കൊടുക്കാനാണ്. നമ്മുടെ കയ്യിൽ തന്നേ ഉള്ളൂ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആയില്ലേ ഉള്ളൂ. ഇത് പാവങ്ങൾക്ക് നൽകേണ്ടതാണ്. ആ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലേ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ കൃത്യമായി പറയാ, അവരത് കൊടുത്തില്ല, അവര് നന്ദി കേട് കാണിച്ചു.
മാത്രമല്ല നിങ്ങൾ നോക്കൂ, അവരുടെ നന്ദികേട് ഖുർആൻ ചില സ്ഥലങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. എത്ര വരെ അറിയോ? അവര് ഫലസ്തീനിലേക്കായിരുന്നു സത്യത്തിൽ അവർക്ക് പോകേണ്ടിയിരുന്നത്. ആ ഫലസ്തീനിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു ഗോത്രവർഗം ഉണ്ടായിരുന്നു, അമാലിക്ക എന്ന് പറയുന്ന ഒരു ഗോത്രവർഗം. പക്ഷെ ആ ഗോത്രവർഗത്തോട് യുദ്ധം ചെയ്താലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അന്ന് പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, നീയും നിന്റെ ആളുകളും പോയി, അഥവാ അനുചരന്മാരും പോയി അവരോട് യുദ്ധം ചെയ്ത് നിങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുക. പക്ഷെ ഈ അമാലിക്ക ഗോത്രക്കാരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന ആ പ്രവാചകന്റെ അനുചരന്മാർ പറഞ്ഞത് എന്താ അറിയോ? നന്ദികേടിന്റെ വാക്കാ പറഞ്ഞത്. മൂസാ നബിയോട് പറയാണ്, എന്താ പറഞ്ഞത്? നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക. ഫഖാതില, നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇന്നാ ആഹുന ഖായിദുൻ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. ഇത് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഒരു സമുദായത്തെ മുന്നോട്ട് നയിച്ചു പോകുമ്പോ ആ സമുദായ നേതാവ് പറയുന്നത് നല്ലതാകുമ്പോൾ അതിന്റെ പിന്നാലെ നമ്മൾ അനുയായികൾ കൂടണം. അവിടെ നമ്മൾ അത് ഓടി നോക്കിക്കോട്ടെ, അത് മറ്റൊരു നോക്കിക്കോട്ടെ, എനിക്കതിനൊന്നും ബാധകല്ല എന്ന രൂപത്തിലുള്ള ഒരു സമീപനം ഒരു വിശ്വാസിക്ക് പാടില്ല. അത് നമ്മുടെ സ്വന്തം കുടുംബത്തിലാണെങ്കിലും സ്വന്തം മഹലിലാണെങ്കിലും സ്വന്തം സമുദായത്തിലാണെങ്കിലും അവിടെ വേറിട്ട് നിന്നുകൊണ്ട് സാമ്പത്തികമായോ ശാരീരികമായോ പണിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളതൊന്നും കേട്ടില്ല എന്ന രൂപത്തിൽ മാറി നിൽക്കുന്ന ചില വിളവന്മാരുണ്ട്. ഞാനിത് ബോധപൂർവമാണ് സൂചിപ്പിക്കുന്നത്, അതൊരു വിളവല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സംഗതി ഉണ്ടാകുമ്പോൾ ചില മക്കളുണ്ടാവും, ബാപ്പ പറഞ്ഞതിന്റെ കൂടെ വല്ലാതെ നിൽക്കൂല. അതിന് ചിലപ്പോ പൈസ തീരവുണ്ടാവും, ചിലപ്പോ മകന് പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും. ആ മകന് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണം വേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് മെല്ലെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവം, ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിലുണ്ടായത് ഇത് ശരിയല്ല എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ പോകാൻ പാടില്ല, അതൊരു വളമല്ല. ഈ പറഞ്ഞതിന് തത്തുല്യമാണത്. ഇത് ഒരു മഹലിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രദേശത്ത് ഉണ്ടാകാൻ പാടില്ല, ഒരു കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. വീട്ടിലെ ഒരു ബാപ്പാക്ക് ഒരു ആവശ്യം വരുമ്പോ 3-4 മക്കളുണ്ടെങ്കിൽ ഒരു മകൻ മാത്രമേ ഇടഞ്ഞു നിൽക്കുക. എന്തേ? ഓനൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം എന്താ? ആ ഇപ്പാക്ക് കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട്, ഇമ്മാക്ക് കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മളിപ്പോ അടുത്ത് നിന്ന് അപ്പം ബാപ്പനോട് ചോദിക്കൂല. ഒരു വളമാക്കി എടുത്തുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെ ഓരോ സംഗതികൾ. ഇതൊന്നും ഒരു നല്ല സ്വഭാവമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ്. ഈ സമുദായത്തിന്റെ നന്ദികേട് ഏതുവരെ വന്നു എന്നറിയോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ അനുചരന്മാരും നേർക്ക് നേരെ കണ്ടതാണ്. അള്ളാഹുവിന്റെ സഹായം നേർക്ക് നേരെ ഒരുപാട് പ്രാവശ്യം കണ്ടവരാണ് ഈ സംഭവം. എന്നിട്ട് അവർ പറയുന്നതിന്റെ അവരുടെ വാക്കിന്റെ ഗൗരവം നോക്കി നിങ്ങൾ. മൂസാ നബിയോട് ഒരു വേള അവർ പറയാനില്ല, മൂസ, താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കൂല. എന്ത് വേണം? ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നീ പറയുന്ന അള്ളാഹെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം. നിങ്ങൾ നോക്കി, അവിടെ വിഷയത്തിന്റെ ഏറ്റവും വലിയ ഗൗരവത്തിലേക്കാണ് ഉയർത്തുന്നത്. മൂസാ നബിയോട് പറയാം, നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നീ പറയുന്ന അള്ളയുണ്ടല്ലോ, അള്ളാഹെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം. ഈ ഭൗതികവാദത്തിന്റെയും അതുപോലെ തന്നെ നിരീശ്വരവാദത്തിന്റെയും ചില കണികകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ആലോചിക്കണം. ഇത് ഖുർആൻ എടുത്തു പറയാണ്, പടച്ചോനെ കാണാൻ നമുക്ക് സാധിക്കൂല. പടച്ചോനെ കാണാണെങ്കിൽ പിന്നെ അതൊരു വിശ്വാസവും അല്ലല്ലോ. ആലോചിച്ചു, പിന്നെ അതിന് വിശ്വാസം എന്ന് പറയാൻ പറ്റൂല. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേർക്ക് നേരെ കാണാത്ത സംഗതിയാണ്. മലക്കുകളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സ്വർഗവും നരകവും നമ്മൾ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. സാധാരണ മനുഷ്യന്മാരാരും കണ്ടിട്ടില്ല. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാഈലിന്റെ മിറാജിനെ രാത്രിയിൽ കാണിച്ചു കൊടുത്തു എന്നതല്ലാതെ. അതുകൊണ്ട് അങ്ങനെ ചില സംഗതികൾ പടച്ചോനെ തന്നെ കാണണം എന്ന് വിശ്വസിക്കുന്ന പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ബനൂ ഇസ്രായേലുകൾ എത്തിയില്ല. മാത്രവുമല്ല, അവർ പിന്നെ പറഞ്ഞത് എന്താ അറിയോ? ഞങ്ങൾക്ക് അവർ ശിർക്കിന്റെ കാര്യങ്ങൾ കൂടി ചോദിക്കുന്ന അവസ്ഥയിലേക്ക്. ഈ ശിർക്ക് വല്ലാത്തൊരു അപകടം. ഞാൻ ഓതി വെച്ച സൂറത്ത് ആറാഫിലെ 138-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്? ബനൂ ഇസ്രായേലുകളെ നാം സമുദ്രം കടത്തി, അങ്ങനെ അവര് ആ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി.
ഒരു പ്രദേശത്തെത്തിയപ്പോ അവരുടെ കുറെ ആളുകൾ ഒരു ബിംബത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഭജനമിരിക്കുന്നു, ബിംബാരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ആളുകളെ കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഖാലു യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കുള്ളിലെ ആരാധ്യന്മാരിൽ അതുപോലെ ഞങ്ങൾക്കും കണ്ണിൽ കാണുന്ന ദൈവത്തെ നീ ഉണ്ടാക്കിക്കൊണ്ടാ, ഞങ്ങൾക്കൊരു ബിംബം ഉണ്ടാക്കിക്കൊണ്ടാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏക വിശ്വാസത്തിൽ നിന്നും ഏകദൈവ ആരാധനയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഒരു പോവുക. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങളൊരു ബോഷന്മാരായ സമൂഹം തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കൂ, യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ പോലും ഒരു വേള ചില സന്ദർഭങ്ങളിൽ ശിർക്കൻ വിശ്വാസത്തിലേക്ക് പോകും എന്നുള്ളത് ഖുർആൻ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചില്ല. അങ്ങനെ ഉണ്ടാവും. നമ്മൾ തൗഹീദ് ഉറച്ച ആളുകൾ പിന്നെ എന്തിനാ തൗഹീദ് പറയുന്നത് നമ്മൾ വിചാരിക്കും. അങ്ങനെയല്ല. ആ തൗഹീദ് ഉറച്ചാൽ പോലും അവരുടെ ഇടയിൽ വീണ്ടും ശിർക്കൻ വിശ്വാസങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ ഹുനൈനിന്റെ ഭാഗത്തിലേക്ക് നബിയും സഹാബാക്കളും ഒരു യാത്ര പോവുകയാണ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ. അപ്പൊ ആ ഹുനൈനിന്റെ സന്ദർഭത്തിൽ ആ ഏരിയയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ആ യുദ്ധത്തിന് പോകുന്ന സന്ദർഭങ്ങളിൽ ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കുകൾ ആ അവിടെയുള്ള ഒരു ഇലന്ത മരം, ഒരു മരം, ആ മരത്തിന്മേല് അവരുടെ വാളുകൾ അവരുടെ കെട്ടി തൂക്കിയിടും. എന്തിനാ? ആ മരത്തിനെ തൂക്കിയിട്ടാല് യുദ്ധത്തിന് പോയാൽ ജയിച്ചും ഒരു ബർക്കത്ത് കിട്ടും എന്നൊരു വിശ്വാസം. അപ്പൊ ഇത് കണ്ടപ്പോ ബൗദ്ധ വിശ്വാസികൾ ഇങ്ങനെ ചെയ്യുന്ന ഈ പണി കണ്ടപ്പോ നബിയുടെ കൂടെ ആ കാലഘട്ടങ്ങളിൽ ഇസ്ലാമത്തെ സ്വീകരിച്ചിരിക്കുന്ന സഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ഒരു മരാണ് മരുഭൂമിയിലുണ്ട്, ഒരു ദാത്തൻവാദ് ഞങ്ങൾക്കും താങ്കൾ നിശ്ചയിച്ചു തരിക. കമാലി കുഫാർ സത്യനിഷേധികളായ ആളുകൾക്ക് ബർക്കത്തെടുക്കാൻ ഒരു ദാത്തൻവാദ് പോലെ ഇലന്ത മരം ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലന്ത മരം ഉണ്ടാക്കി തരിക. അത്ഭുതത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി പറഞ്ഞു, ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ സമൂഹം ചോദിച്ച അതേ ചോദ്യമാണല്ലോ ചോദിച്ചത്. എന്താ ചോദിച്ചത്? അങ്ങനെയാണോ സത്യത്തിൽ ചോദിച്ചത്? നിങ്ങൾ ആലോചിച്ചു. അവര് വേറെ ആരാധ്യന്മാരുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? അല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി നമ്മളെ സൂറത്ത് ആറാഫിൽ ഓതി ആയത്ത് ഇത് പറഞ്ഞാൽ ഒരു ഇലന്ത മരം, ഒരു മരം, അതിനൊരു പുണ്യമുണ്ട്, ഒരു ബർക്കത്തുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ അതിന് സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതെന്താണ്? ശിർക്കാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മുടെ സമുദായത്തിൽ നമുക്കറിയാം അങ്ങനെ ചില മരങ്ങളോ കിണറുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല സാധനങ്ങളുണ്ട്. ഇത് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. ഇവിടെ കൃത്യമായ ഒരു ബോധം സാമിരിമാർ നമ്മുടെ നാട്ടിൽ വരും. ഈ ബൗദ്ധൈവ വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുകയാണ്. അതിലിപ്പോ എന്താ? അതിലെന്താണുള്ളത്? ഇത് നമ്മൾ കൃത്യമായിട്ടുള്ള സംഗതികൾ മനസ്സിലാക്കുക. മാത്രവുമല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം തൗഹീദിന് വേണ്ടി ജീവിച്ച ജീവിതമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തൗറ എന്ന് പറയുന്ന തൗറാത്ത് എന്ന വേദഗ്രന്ഥം. അതിൽ വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അദ്ദേഹത്തിന്റെ അനുചരന്മാർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒട്ടനവധിയാണ് എന്ന്. ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ട രൂപത്തിൽ നന്ദി കാണിക്കാതെ ജീവിച്ചത് കൊണ്ടാണ് ആ പ്രവാചകന്റെയും പ്രവാചകന്റെ അനുചരന്മാരുടെയും ചരിത്രം ഇത്ര വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയാനുള്ള കാരണമെന്ന്. അവരുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളായ നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത് അവരെ പോലെ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ അനുഗ്രഹങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നവരാണ് നാം നിങ്ങളുമൊക്കെ. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. തഖ്വല്ലാഹി.
സ്നേഹിതരായ കാരണവന്മാരെ, ജ്യേഷ്ഠാന്യന്മാരെ, സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കലൂടെ ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു വിശ്വാസി ചെയ്യുന്ന ഏത് കർമ്മത്തിനും നിയ്യത്ത് വേണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും, ഫർദാണെങ്കിലും സുന്നത്താണെങ്കിലും, ഇനി അങ്ങനത്തെ അല്ലാത്ത ഐച്ഛികമായ കാര്യങ്ങളും നിർബന്ധമായ ചില കാര്യങ്ങളും എല്ലാത്തിനും നമുക്ക് നിയ്യത്ത് വേണം. നിയ്യത്തില്ലാത്ത ഒരു കാര്യം ആ കർമ്മം സ്വീകരിക്കൂല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അത് നോമ്പിലും നിസ്കാരത്തിലും എല്ലാത്തിനും. നമ്മള് സാധാരണ രീതിയിൽ വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിക്കുമ്പോൾ വരെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. വലിയ അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തവം തിന്ന് ശുദ്ധിയാകുന്ന സമയത്തും അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ ഉണ്ടായി കുളിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി നിയ്യത്ത് വേണം. ഞാൻ വിശദീകരിച്ച് പറയില്ല. കുളിച്ചാൽ പോലെ കുളി നിർബന്ധമാണ്. ആ കുളിക്കുമ്പോൾ നമുക്കൊരു നിയ്യത്ത് വേണം. ഞാൻ വലിയ അശുദ്ധിക്ക് വേണ്ടി കുളിക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ, അല്ലെങ്കിൽ അത് ആ കർമ്മമായി മാറൂല. അത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ നമ്മള് 10 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിയ്യത്താണ്. അതില് ആ നിയ്യത്തുകൾ നമ്മൾ പരസ്യമായി പറയേണ്ടതില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കട്ടെ. എന്നാൽ 2-3 സന്ദർഭങ്ങളിൽ നിയ്യത്ത് ഉറക്ക പറയുന്നത് നല്ലതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചില്ല. ഹദീസുകളിൽ നമുക്ക് മനസ്സിലാകും. ഒന്ന്, ഉറക്ക പറയേണ്ടത് ഹജ്ജിന്റെയും ഉംറയുടെയും സന്ദർഭങ്ങളിൽ. അതിന്റെ നിയ്യത്ത് വരുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, അത് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ പോലെ ഉറക്ക പറയണം. അതുപോലെ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ്, ഇത് നമ്മൾ ഉറക്ക പറയണം. അത് മനസ്സിൽ പറഞ്ഞാൽ പോലെ. മൂന്നാമത്തേത്, നമ്മളല്ല ഈ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു മുസ്ലിം, അയാള് ഷഹാദത്ത് ചെല്ലുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദത്തിനെ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിൽ പ്രവേശിച്ചത്. അപ്പൊ മനസ്സ് പറഞ്ഞാൽ പോരാ, അത് ഉറക്ക പറയണം. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൽ ഇതും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ഇന്ന് മറ്റൊരു വിഷയം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാല് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ ഓരോ ക്രമങ്ങളുണ്ടാവും നമ്മൾ ചെയ്തു വരുന്നത് ചെറുപ്പം മുതലേ. അതിന് ആരാധനാ കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവും. പറഞ്ഞാലും നമ്മൾ മാറില്ല. ചില ആളുകൾ മാറും തിരിട്ടോ. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി ഇമാമുക്കും ഫലാ തസ്ബിഖൂനി ബിറുകൂ വലാ ബിസുജൂദ് വലാ ബിൽ ഖിയാം വലാ ബിൽ ഇൻസിറാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതെന്താ വെച്ചാൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസാണ്. എന്താ പറയുക, ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ ഇമാമാണ്. റസൂലുള്ളാഹി പറയാം, ഞാൻ നിങ്ങളുടെ ഇമാമാണ് നിസ്കരിക്കുമ്പോൾ. ഫലാ തസ്ബിഖൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ മുൻകടക്കാൻ പാടില്ല. ഇപ്പൊ ഇമാമ് ചെയ്യുന്ന ഒരു കാര്യത്തിന് മുൻകടന്നുകൊണ്ട് മാമൂമികൾ പോകാൻ പാടില്ല. ഇപ്പൊ ഇമാമ് ആദ്യം നമുക്കറിയാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കെട്ടും. ഇപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം അങ്ങനെയാണ് നിസ്കാരം തുടങ്ങുന്നത്, സലാം കൊണ്ടാണ് അവസാനിക്കുന്നത്. അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കെട്ടുന്നത് ഇമാമ് തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ്, കെട്ടുന്നതിന് മുമ്പ് നമ്മൾ കെട്ടാൻ പാടില്ല. മാമൂമികൾ കെട്ടാൻ പാടില്ല, ഒപ്പം കെട്ടാൻ പാടില്ല. രണ്ടും നമ്മൾ മനസ്സിലാക്കുക. എന്നാ കുറെ വൈകാനും പാടില്ല. ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അതാണ് ഒന്ന്, നിങ്ങൾ മുൻകടക്കാൻ പാടില്ല. ആദ്യം റസൂലുള്ളാഹി കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു. വലാ തസ്ബിഖൂനി ബിറുകൂ വലാ ബിസുജൂദ്, റുകൂയിലും സുജൂദിലും വലൽ ഖിയാം, നൃത്തത്തിലും പിരിഞ്ഞു പോകുന്നതിലൊന്നും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. അത് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ട. ചില ആളുകളൊക്കെ ഇമാമിന്റെ റുകൂക്ക് പോണീന്റെ മുമ്പിൽ പോകും, അല്ലെങ്കിൽ ഇമാമിന്റെ ഒപ്പം പോകും. അത് പാടില്ല. ഇമാമിനെ മുമ്പ് പോകാൻ പാടില്ല, ഇമാമിന്റെ ഒപ്പം പോകാൻ പാടില്ല, ഇമാമ് പോയി കുറെ കഴിഞ്ഞിട്ട് പോകാൻ പാടില്ല. അതൊരു ശരിയല്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്. ഇമാമ് റുക്കൂനൊക്കെ ഇങ്ങനെ നീറ്റാൻ നേരത്തേക്കാണ് റുക്കൂക്ക് പോകും. അത് ശരിയല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നത്. അതുപോലെ അത് ഏത് ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്തിന്റെ ആരംഭം മുതൽ സലാം. ഇപ്പൊ സലാം വിട്ടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ഇമാമ് സലാം വിട്ടുമ്പോൾ ഒപ്പം സലാം വിട്ടു. ചിലർ ഇമാം സലാം വീട്ടി കഴിഞ്ഞാൽ ഇമാം ഒരു സലാം വലത് ഭാഗത്തേക്ക് സലാം വീട്ടിയതിന് ശേഷമേ അപ്പഴേ നിസ്കാരം അവസാനിക്കുന്നുള്ളൂ. ഇമാം സലാം വീട്ടിയതിന് ശേഷമേ മാമൂമിങ്ങൾ സലാം വീട്ടാൻ പാടുള്ളൂ. പറഞ്ഞത് ക്ലിയർ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ഇമാമിനെ പിന്തുടരുകയാണ് നമ്മൾ വേണ്ടത്. ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ പകർത്ത ഇത്രയും കാര്യങ്ങൾ. അത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ റുക്കുവാണെങ്കിലും സുജൂദാണെങ്കിലും ഖിയാമാണെങ്കിലും എല്ലാ നിസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തത് ഇമാമാണ്. ആ ഇമാമിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടുള്ളൂ. ഇത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
മറ്റൊരു കാര്യം സൂചിപ്പിക്കാറുള്ളത് 2026 ഹജ്ജ് ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഡേറ്റ് 31/7/25 ഈ മാസം 31-ാം തീയതിയാണ്. അപ്പൊ നമ്മുടെ ഹജ്ജിന്റെ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴാണ് നമ്മൾ ഹജ്ജിന് പോകാൻ താല്പര്യമുള്ള സാധിക്കുന്ന സാധ്യതയുള്ള ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഹജ്ജ് കർമ്മം നിർബന്ധമായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നൊരു സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠാനിയന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, റഹ്മാന തമ്പുരാനെ അവർക്ക് ഇനി മാഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ, ചില ആളുകൾ വിളിച്ച് വസീയത്ത് ചെയ്തിട്ട് പ്രാർത്ഥിക്കണം. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അങ്ങനെ നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന, വസീയത്ത് ചെയ്തിരിക്കുന്ന എല്ലാ രോഗികളുടെയും, വസീയത്ത് ചെയ്യാത്ത മറ്റ് സഹോദരന്മാരുടെയും സഹോദരികളുടെയും രോഗങ്ങൾ അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾ എത്ര ചെറുതാണെങ്കിലും റഹ്മാനായ തമ്പുരാനെ ഞങ്ങളിൽ നീ സ്വീകരിക്കണേ തമ്പുരാൻ. ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ എത്ര വലിയ പാതകങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പ് നൽകണേ തമ്പുരാൻ. ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. അല്ലാഹു ഗഫൂറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻത സമീഉൽ അലീം.